ഒയാസിസ് മീഡിയയുടെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൽ വന്ദനം. യേശുക്രിസ്തുവിൻ്റെ അധ്യാപനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പഠന പരമ്പരയുടെ 13ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹിതരെയും മാന്യപ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. യേശുവിൻ്റെ അധ്യാപനത്തിൻ്റെ രീതിശാസ്ത്രങ്ങളിൽ യേശുവിൻ്റെ ഉപമകൾ എന്ന ഭാഗത്ത് വിവിധ വർഗീകരണത്തിലൂടെ ഉപമകളെ വേർതിരിച്ച് പഠിക്കുമ്പോൾ അതിൽ രണ്ടാമത്തെ ഭാഗമായ സുവിശേഷീകരണ ഉപമകൾ എന്ന വിഷയമാണ് കഴിഞ്ഞ 2 എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇന്ന് അതിൻ്റെ 3ാമത്തെ ഭാഗം അന്ത്യകാല സൂചനകൾ തരുന്ന ഉപമകൾ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അന്ത്യകാല സൂചനകൾ തരുന്ന ഉപമകളെ 2 ഭാഗമായിട്ട് തിരിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ ഭാഗം ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ തിരിച്ചറിയിക്കുന്ന അഥവാ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന മനുഷ്യർ, അവരെ കുറിച്ച് വിശദീകരിക്കുന്ന ഉപമകളാണ് ഒന്നാം ഭാഗം. ഏതാണ്ട് 3 ഉപമകൾ ആ ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. 2ാം ഭാഗം എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ന്യായവിധികൾ, അതോടൊപ്പം ദൈവ രാജ്യത്തിലെ ന്യായവിധികൾ, ഈ 2 ഭാഗങ്ങളെ ചേർത്തുകൊണ്ടാണ് 2ാം ഭാഗം പഠിക്കേണ്ടത്. ഏതാണ്ടൊരു 5 ഉപമകൾ ആ ഭാഗത്ത് നമ്മൾ കാണുന്നു. ഒന്നാം ഭാഗം നമ്മൾ ഒരിക്കൽ കൂടെ ചിന്തിക്കാം. ക്രിസ്തുവിൻ്റെ 2ാം വരവിനെ തിരിച്ചറിയുക, കാത്തിരിക്കുക, ഉണർന്നിരിക്കുക എന്ന ഭാഗം. 3 ഉപമകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലൊന്നാമത്തത് 10 കന്യകമാരുടെ ഉപമയാണ്. മത്തായിയുടെ സുവിശേഷം 25ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 2ാമത്തെ ഉപമ വിശ്വസ്ത ഭൃത്യൻ എന്ന ഉപമയാണ്. അതും മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 24ന്റെ 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 12ാം അധ്യായത്തിൻ്റെ 42 മുതൽ 48 വരെയുള്ള വാക്യങ്ങളും അത് വിശദീകരിക്കുന്നുണ്ട്. 3ാമത്തത് ഉണർന്നിരിക്കുന്ന വാതിൽ കാവൽക്കാരൻ്റെ ഉപമയാണ്. അത് മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് പറയുന്നത്. 13ാം അധ്യായം 34 മുതൽ 37 വരെ. ഇങ്ങനെ 3 ഉപമകളുണ്ട്. ഞാൻ 3 ഉപമകളും വിശദമാക്കുന്നില്ല. അതിലെ ഒന്നാമത്തെ ഉപമ നമുക്ക് സുപരിചിതമായ ഉപമയാണല്ലോ, 10 കന്യകമാരുടെ ഉപമ എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലാണ് അത് വിശദീകരിക്കുന്നത്, 25ാം അധ്യായത്തിൽ. 10 കന്യകമാരിൽ നമ്മൾ ആ ഉപമ പഠിക്കുമ്പോൾ 5ഉം 5ഉം 2ആയിട്ട് വേർതിരിച്ചിട്ടാണ് പഠിക്കുന്നത്. 10 കന്യകമാരും ഒരുമിച്ചാണ് ഈ മണവാളൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത്. അവർ അതിനുവേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവരവിടെ കാത്തിരിക്കുകയാണ്. രാത്രിയിലാണല്ലോ മണവാളൻ വരുന്നത്. ഈ മണവാളൻ വരുന്ന സമയത്തിന് വേണ്ടി ഇവർ കാത്തിരിക്കുമ്പോൾ അവർക്ക് വെളിച്ചത്തിന് വേണ്ടി അവരുടെ പക്കൽ വിളക്കുകളുണ്ട്. അതിൽ അവർ എണ്ണ പകർന്ന് തിരിയിട്ട വിളക്കുകൾ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മണവാളൻ്റെ വരവിന് വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ ആ സമയത്തിൻ്റെ ദൈർഘ്യം മുന്നോട്ട് പോകും തോറും ഈ എണ്ണ വിളക്കിലെ കുറയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ 10 പേരുടെയും വിളക്കിലെ എണ്ണ ഏതാണ്ട് ഒരുപോലെ തീർന്നു പോവുകയാണ്. ആ ഒരു ഘട്ടത്തിൽ 5 പേര് പറയുന്നു, ഞങ്ങൾക്ക് ഈ വിളക്കിലെ എണ്ണ തീർന്നു, ഇനി അത് പകരാനായിട്ട് പുതിയ എണ്ണ കയ്യിലില്ല, ഞങ്ങളൊന്നും ശേഖരിച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി പോയി എന്ത് ചെയ്യണം, എണ്ണ മേടിക്കണം, അല്ലെങ്കിൽ അത് ശേഖരിച്ച് മടങ്ങി വരണം. ഇങ്ങനെ ഒരുക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് ഈ 5 പേര് ഇറങ്ങി പുറത്തേക്ക് പോകുക. അവരത് വിളക്ക് വീണ്ടും കത്തിക്കാനുള്ള എണ്ണ ശേഖരിക്കാൻ പോകും. പക്ഷേ അകത്ത് 5 പേരിരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് അവർ പോകാത്തത്? അവരുടെ പക്കൽ ഈ എണ്ണ തീർന്നാൽ വീണ്ടും പകരേണ്ടതിന് അവരെണ്ണ കരുതിയാണ് വന്നത്. അവരെ ബുദ്ധിയുള്ള കന്യകമാരായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പം ഈ 10 കന്യകമാരിൽ ബുദ്ധിയില്ലാത്ത 5 പേര്, ബുദ്ധിയുള്ള 5 പേര്. അതിന് ഒരു അക്ഷരിക അർത്ഥമല്ലത്. അക്ഷരിക അർത്ഥം വേണം നമുക്ക് കൽപ്പിക്കാമെങ്കിലും അതിലൊരു ആത്മീകമായ ഒരർത്ഥമുണ്ട്.
ഈ കാത്തിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവർ കരുതലോടെ വേണം കാത്തിരിക്കാനായിട്ട്. ഇവിടെ ഈ എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നോ വിളക്ക് മറ്റെന്തെങ്കിലും ഒരു ഉപമയായിട്ടോ ഒന്നും നമുക്ക് പറയേണ്ടതായിട്ടില്ല. അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് പ്രസക്തിയൊന്നുമില്ല. യഥാർത്ഥത്തിൽ ദൈവവചനത്തെ ഹൃദയത്തിൽ കരുതിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭയെ, വിശുദ്ധ സഭയെ, മണവാട്ടിയെ പരിചയപ്പെടുത്തുന്ന ഒരു ഉപമയാണത്. അന്ത്യകാലത്ത് ദൈവ വചനത്തെ കോട്ടിക്കളയുന്ന, മാറ്റിക്കളയുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് നമ്മൾ ശേഖരിച്ച വചനങ്ങളെ നിരർത്ഥകമാക്കി മാറ്റുന്ന ഒത്തിരി പ്രതിസന്ധികൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. വചനത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ച് കളഞ്ഞു. ഇപ്പം നമുക്ക് കാലികമായിട്ട് തന്നെ പരിശോധിക്കാമല്ലോ. വചനം ദുർലഭമായ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ വിശദീകരിക്കാം. എന്നാൽ എല്ലാ സാധ്യതകളും നമ്മൾ മുമ്പിൽ നിൽക്കുമ്പോഴും യഥാർത്ഥമായി വചനത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോഴും അതിനെ സ്വീകരിക്കാൻ മനസ്സില്ലാത്തവരായിട്ട് വചനത്തിൻ്റെ ദുർവ്യാഖ്യാനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവവചനം നൽകാത്ത വാഗ്ദാനങ്ങളും ഉറപ്പുകളെയും സ്വീകരിക്കാനുള്ള ആർത്തിയോടുകൂടി മനുഷ്യൻ ഓടുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഈ മനുഷ്യന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഭൗതികമായ നന്മകളും ഈ സാമ്പത്തിക ദൈവശാസ്ത്രത്തെ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ശൈലി, ഒരു സ്വഭാവം ഇപ്പോൾ മനുഷ്യർക്കുള്ളത്. പ്രത്യേകിച്ച് വിശ്വാസ സമൂഹത്തിന് തന്നെ ഉണ്ടല്ലോ. ദൈവവചനം അറിയാവുന്നവർക്ക് പോലും അതുണ്ട്. ഈ വചനത്തെ ഹൃദയത്തിൽ ശേഖരിക്കുക. അപ്പം കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഒരു ഉറപ്പുണ്ടാകണം, എപ്പോൾ വേണമെങ്കിലും മണവാളൻ വരാം. ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണല്ലോ. മണവാളൻ വന്നു, വാതിലിൽ മുട്ടി, വാതിൽ തുറന്നു, മണവാളനകത്ത് കയറി. എന്താ സംഭവിച്ചു? എണ്ണ ശേഖരിക്കാൻ പോയ ആൾക്കാരുണ്ട്. അവർ പക്ഷെ തിരിച്ചു വന്നപ്പോൾ മണവാളൻ ഓൾറെഡി അകത്ത് കടന്നു. ഇനി അവർക്ക് പ്രവേശനമില്ല. ഇത് ഒരുങ്ങിയത് ഈ 10 പേര് ഒരുമിച്ചല്ലേ? ഒരുങ്ങിയത് ഒരുമിച്ചാണ്, ഇവർ വിളക്ക് കത്തിച്ചത് ഒരുമിച്ചാണ്, കാത്തിരുന്നത് ഒരുമിച്ചാണ്. പക്ഷേ ആ കാത്തിരിപ്പിൻ്റെ ദൈർഘ്യത്തിൽ 5 പേർക്ക് ഉണ്ടായ ഒരു ബുദ്ധിശൂന്യത, കരുതി വെക്കാൻ കഴിയാതിരുന്ന അവരുടെ ബുദ്ധിയില്ലായ്മ, അവിടെയാണ് അവർ പരാജയപ്പെട്ടു പോകുന്നത്. അപ്പം ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി സഭ കാത്തിരിക്കുകയാണ്. പ്രതിസന്ധികൾ ഒത്തിരിയുണ്ട്, പ്രയാസങ്ങൾ ഒത്തിരിയുണ്ട്, തടസ്സങ്ങൾ ഒത്തിരിയുണ്ട്, പിന്മാറിപ്പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്, മടങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട്, ഈ ലോകത്തിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും മാടി വിളിക്കാൻ സാധ്യതകളുണ്ട്. പക്ഷെ അതിലേക്കൊന്നും പോകാനായിട്ട് ഇനി സമയമില്ല. നമ്മൾ കയറിയിരിക്കുന്ന ഇടം, ഈ പഴയ നിയമത്തിൽ നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പെട്ടകത്തിനകത്ത് കയറി വാതിൽ അടച്ചിരിക്കുക. ഇനി നമുക്ക് പുറത്തിറങ്ങാൻ അങ്ങനെ അനുവാദമില്ല. അപ്പം ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ പെട്ടകത്തിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അങ്ങനെ പുറത്തു പോകാനായിട്ട് കഴിയില്ല. പുറത്തു പോയിട്ട് നമുക്കിഷ്ടമുള്ളപ്പോൾ ശേഖരിച്ച് മടങ്ങി വരുമ്പോൾ മണവാളൻ വന്നു കഴിയും. സദാ ഒരുങ്ങിയിരിക്കുക, വളരെ ജാഗരൂകതയോടുകൂടി കാത്തിരിക്കുക, ശ്രദ്ധയോടുകൂടെ കാത്തിരിക്കുക, എപ്പോഴും കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക. 2 കാര്യങ്ങളാണ് മനുഷ്യൻ ശ്രദ്ധിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ച്. ഈ ഉപമയുമായി ബന്ധപ്പെട്ട് ഒന്ന്, നമ്മൾ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. മരണത്തിന് വേണ്ടി നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കും. കാരണം പൗലോസൊക്കെ പറഞ്ഞത്, ജീവിച്ചാൽ ക്രിസ്തു, മരിക്കുന്നത് ലാഭം. മരണം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന ഉറപ്പാണല്ലോ ഒരു ക്രിസ്തു ഭക്തൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത്. മരണം എപ്പോഴാണെന്ന് അറിയില്ല, കർത്താവിൻ്റെ വരവ് എപ്പോഴാണെന്ന് അറിയില്ല. ഇതിന് രണ്ടിനും നമ്മൾ ഒരുക്കമുള്ളവരാണ്. മരിച്ചാൽ നമുക്ക് പ്രശ്നമില്ല, കാരണം കർത്താവിൻ്റെ വരവെങ്കിൽ മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മളും ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ ക്രിസ്തുവിൻ്റെ വരവിങ്കൽ നമ്മൾ ജീവനോടിരിക്കുമ്പോൾ രൂപാന്തരപ്പെടണം. അപ്പം ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നാം നമ്മെ തന്നെ എപ്പോഴും ഒരുക്കുക, ഒരുങ്ങി കാത്തിരിക്കുക. എന്ത് പ്രതികൂലങ്ങളുണ്ടായാലും, എത്ര പ്രതിസന്ധി ഉണ്ടായാലും, നമ്മളെ പിന്മാറ്റത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും വിശ്വസ്തയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. പൗലോസിൻ്റെ വാക്കുകളൊക്കെ വളരെ നമ്മൾ ഇതിനോട് ചേർത്ത് പഠിക്കേണ്ടതാണ്. പട്ടിണിയും നഗ്നതയും കഷ്ടതയും രോഗവും ദുഃഖവും ഒത്തിരി പ്രതിസന്ധികളിലൂടെ ആ മനുഷ്യൻ കടന്നു പോയിട്ടുണ്ട്.
ശാരീരികമായ പ്രതിസന്ധികൾ, ഇതെല്ലാം ഒരു ഭാഗത്ത് ഇങ്ങനെ അക്കമിട്ട് ലിസ്റ്റ് എഴുതി 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 വെക്കുന്നുണ്ട്. ബൈബിളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ലേഖനങ്ങളിൽ അത് താൻ വിവരിക്കുന്നുണ്ട്. താൻ കടന്നുപോയ എല്ലാ പ്രതിബന്ധങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. താൻ അനുഭവിച്ച എല്ലാ പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ സഹിക്കാൻ കഴിയാത്ത ഒത്തിരി പ്രതിബന്ധങ്ങളിലൂടെ യാത്ര ചെയ്തൊരു മനുഷ്യനാണ്. പക്ഷെ ഈ ലിസ്റ്റെല്ലാം ഇങ്ങനെ 1, 2, 3 അക്കമിട്ട് പൗലോസ് പറഞ്ഞു വെച്ചിട്ട് അവസാനം പറയുക, പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇതിനൊന്നും എന്നെ വേർതിരിക്കാൻ കഴിയില്ല. അതാണ് ഈ ബുദ്ധിയുള്ള കന്യകമാർക്ക് ഉപമയായി പറഞ്ഞ ആ കന്യകമാരെ കുറിച്ചുള്ള ആ ചരിത്രത്തിൻ്റെ ഒരു നേർരേഖ ചിത്രം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കരുത്തുറ്റ വാക്യം പുതിയ നിമിത്തം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് പൗലോസിൻ്റെ വാക്കുകൾ തന്നെയാണ്. പൗലോസ് പറയാ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർതിരിക്കാനായിട്ട് കഴിയും. ഭക്തൻ പാടിയിട്ടുണ്ടല്ലോ, ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങളും മോഹങ്ങളും വെള്ളത്തിൻ്റെ കുമ്പള പോലെയുള്ള ജടിക സുഖങ്ങളൊക്കെ എന്നെ മാടി വിളിക്കും, പക്ഷേ യേശുവിനെ പിരിഞ്ഞൊരു യാത്ര എനിക്കില്ല. അപ്പോൾ കാത്തിരിക്കുക, അതുപോലെ ക്രിസ്തുവിൻ്റെ വരവിനെ തിരിച്ചറിയുക, ഉണർന്നിരിക്കുക, ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മളെ ഈ ലോകത്തിലെ ഒന്നും നമ്മുടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിന് വിഘാതം ഉണ്ടാക്കരുത്. ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ നാം സ്വീകരിക്കപ്പെടുന്നതിന് അതൊന്നും തടസ്സമായി തീരരുത് എന്ന് നമ്മെ വളരെയധികം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ് 10 കന്യകമാരുടെ ഉപമ, ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും എന്നുള്ള ആ വിഭജനം. രണ്ടാമത്തെ ഭാഗം ഇസ്രയേലിനെയും അതുപോലെ ദൈവരാജ്യത്തിലെയും ന്യായവിധികളെ കുറിക്കുന്ന ഉപമകളാണ്. ഏതാണ്ട് 5 ഉപമകൾ അത് പറയുന്നുണ്ട്. ഞാൻ ആ ഉപമകളുടെ പേരുകളൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. 2 പുത്രന്മാരുടെ ഉപമകൾ പറയുന്നുണ്ട്. മത്തായി 21 മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ പറയുന്നുണ്ട്. മത്തായി 21 മർക്കോസ് 12 ലൂക്കോസ് 20 അത് ആവർത്തിക്കുന്നുണ്ട്. 3 സുവിശേഷങ്ങളിലും സമവിഷ്ണ സുവിശേഷങ്ങൾ അതുണ്ട്. അതുപോലെ ഫലം കായ്ക്കാത്ത അത്തിവൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ അത്തി എപ്പോഴും യഹൂദനുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ലൂക്കോസ് 13 അത് പറയുന്നത്, 6 മുതലുള്ള വാക്യങ്ങൾ. അതുപോലെ കല്യാണ വിരുന്നിൻ്റെ ഒരു ഉപമ പറയുന്നുണ്ട്. കല്യാണ വീട്ടിലേക്ക് വരുന്നവരുടെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായി 22 1 മുതൽ ലൂക്കോസ് 14 പറയുന്നു. ദയയില്ലാത്ത ദാസന്റെ ഉപമ മത്തായി 12 പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ വളരെ ആഴമുള്ളൊരു ഉപമയാണ് ഈ ദയയില്ലാത്ത ദാസന്റെ ഉപമ. 5 ഉപമകൾ 5ാമത്തതാണ്. ഞാൻ അതൊന്ന് പറഞ്ഞ അവസാനിപ്പിക്കും. ഈ ദയയില്ലാത്ത ദാസൻ, അവനൊരാൾക്ക് കടം കൊടുക്കാനുണ്ട്, യജമാനുണ്ട്. സ്വാഭാവികമായിട്ട് അവനില്ല എന്ന് പറഞ്ഞപ്പോൾ യജമാനെ തിളച്ചു കൊടുത്തു. പക്ഷെ പോകുന്ന വഴിക്ക് അവന് കടം കൊടുക്കാനുള്ള, അവനോട് കടംപെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ട് അവൻ്റെ കഴുത്തിനൊടിച്ച് ഞെക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ദയനീയമായ ഒരു കാര്യമാണ്. ഇത് കണ്ടിട്ട് ഈ ഭൃത്യന്മാർ യജമാനെ ഇത് ധരിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പം ഈ ന്യായവിധിയുമായി ബന്ധപ്പെട്ട ഉപമയാണത്. ദൈവരാജ്യത്തിൻ്റെയും അവർ ഇസ്രായേലിലൊക്കെ ന്യായവിധിയുമായി ബന്ധപ്പെട്ട. ഒരുവനോട് ക്ഷമിക്കുക, പത്രോസിൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയാണ് അതും കാണുന്നത്. പത്രോസിനോട് ചോദ്യത്തിന് മറുപടിയാണ്. എത്ര വട്ടം ക്ഷമിക്കണമെന്നുള്ളതാണ്. ഈ ക്ഷമയുടെ ഒരു അളവൊക്കെ അവിടെ പറയുന്നുണ്ട്. 770 വട്ടം മതിയോ? അപ്പോൾ 7 × 70 നമുക്ക് വേണേൽ കണക്ക് കൂട്ടിയൊക്കെ പറയാം, ഇത്ര വട്ടം എന്നൊക്കെ. പക്ഷേ യേശുവിൻ്റെ മറുപടി അതൊന്നുമല്ല. ആ വാക്യം അവസാനിക്കുന്ന, ആ കണ്ണീർ അവസാനിക്കുന്ന, അധ്യായം അവസാനിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്നൊരു പ്രയോഗം. എത്ര ശ്രദ്ധേയമായൊരു ഒരു പ്രയോഗമാണെന്ന് അറിയാമോ? ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്ന് പറയും. ഹൃദയം കൊണ്ട് ക്ഷമിക്കുക എന്നുള്ള വാക്കുകൊണ്ടല്ല, നമ്മളുടെ പുറമേയുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ടല്ല, ഹൃദയം കൊണ്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നാം പകയും പിണക്കവും അവനോടുള്ള ഇഷ്ടക്കേടും എല്ലാം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ എന്ത് ചെയ്യും? അതാണ് വിഷയം. നമ്മളോട് പാപം ചെയ്ത, നമ്മളോട് തെറ്റ് ചെയ്ത, നമ്മളെ ദ്രോഹിച്ച, നമ്മളെ ബുദ്ധിമുട്ടിച്ച ഒരു മനുഷ്യനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിന് നമ്മോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാനായിട്ട് കഴിയുക? അത് തന്നെ ഇവിടെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ദൈവരാജ്യത്തിലായിരിക്കുന്ന ഓരോ വ്യക്തിയും, ഓരോ ക്രിസ്ത്യാനിയും, ഓരോ വിശ്വാസിയും അപരരോട് ഹൃദയം കൊണ്ട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം. അതുതന്നെയാണ് പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത്. എൻ്റെ പാപങ്ങൾ കർത്താവ് എന്നോട് ക്ഷമിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ കടങ്ങൾ എന്നോട് പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ കടക്കാരോട് ഞാൻ എന്ത് ചെയ്യണം? ക്ഷമിച്ചതുപോലെ എന്ന് പറയേണ്ടി വരുന്നു. ആ പ്രാർത്ഥന വലിയ അർത്ഥവത്തായൊരു പ്രാർത്ഥനയാണ്. ഞാൻ അവരോട് ക്ഷമിച്ചതുപോലെ നീ എന്നോട് ക്ഷമിക്കണമേ, നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ അതിനു മുമ്പ്
നാം ആരോടൊക്കെ ക്ഷമിക്കണമോ അവരോടെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഞാൻ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈ യാഗവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. യാഗവസ്തുവുമായി ഒരുവൻ ആലയത്തിലേക്ക് പോകുമ്പോൾ, യാഗം അർപ്പിക്കാനായിട്ട് പോകുമ്പോൾ, അവന് ഇറങ്ങി പുറപ്പെടുമ്പോൾ യാഗവസ്തു കയ്യിലിരിക്കുമ്പോൾ തന്നെ അതെന്തുമാകട്ടെ, ആടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം എന്തുമാകട്ടെ, പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഇറങ്ങുന്ന വഴിയിൽ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കും അവൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടാകുന്നത്, കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സഹോദരന് എന്തോ ഒരു നീരസം ഇങ്ങോട്ടുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതാ പ്രശ്നം. അദ്ദേഹത്തിന് ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ എനിക്കത് ഫീൽ ചെയ്തു. അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് അദ്ദേഹത്തോടൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന് എന്നോട് എന്തോ പ്രശ്നമുണ്ട്. ആ യാഗവസ്തു അവിടെ വെക്കണമെന്നാണ് പറഞ്ഞു. വെച്ചിട്ട് അവിടെ ചെന്ന് ആ മനുഷ്യനുമായിട്ടൊരു താതാമ്യപ്പെടണം, പ്രശ്നം ഒന്ന് പരിഹരിക്കണം. എന്നിട്ട് മടങ്ങി വന്നിട്ട് വേണം ഈ യാഗവസ്തു കൊണ്ടുപോയി അർപ്പിക്കാൻ. അതിൻ്റെ അർത്ഥം ഈ യാഗം എന്നൊക്കെ പറയുന്നത് പുതിയ നിയമത്തിലെ ചിന്ത അനുസരിച്ച് ആരാധനയാണ്. ദൈവത്തിന് കൊടുക്കുന്ന മഹത്വവും ദൈവസന്നിധിയിലുള്ള സമർപ്പണമൊക്കെ തന്നെയാണ് ആരാധന എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. നമ്മെ സംബന്ധിച്ച് ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ് ആരാധന. അതിനു മുമ്പ് പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് വേണം നമ്മൾ ദൈവത്തിന് കൊടുക്കാറുള്ളത്. ഈ ഭൂമിയിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നമ്മൾ എന്തൊക്കെ ദൈവത്തിന് വാരിക്കൊടുക്കാൻ ശ്രമിച്ചാലും അത് സ്വീകരിക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. ആ ദൈവം അത് ഉൾക്കൊള്ളുന്ന ദൈവമല്ല. ഇവിടുത്തെ പ്രശ്നം പരിഹരിച്ചിട്ട് വേണം നമ്മൾ ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം കൊടുക്കാൻ. അതുകൊണ്ട് ഈ ഉപമകളിൽ, ഈ അന്ത്യകാലത്തെ സൂചനകൾ നൽകുന്ന ഉപമകളിലെ 2 ഭാഗമാണ് ഞാനിന്ന് വിശദീകരിച്ചത്. അതിലെല്ലാ ഉപമകളും വിശദീകരിച്ചിട്ടില്ല. അത് നിങ്ങളുടെ കൂടുതൽ പഠനത്തിനും അത് വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ ശ്രമിക്കണം എന്നും കൂടെ ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളോട് അറിയിച്ചുകൊണ്ട് ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കും ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനും അതുപോലെ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ കാത്തിരിക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. താങ്ക് യു. ദൈവം സഹായിക്കട്ടെ.